ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നല്ല സുഹൃത്തുക്കളെ എങ്ങനെ ആകർഷിക്കാമെന്നതിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ ഇഷ്ടമല്ലാത്തത് ആർക്കാണല്ലേ? നിങ്ങൾക്കിപ്പോൾ സുഹൃത്തുക്കളില്ലെങ്കിൽ ആകർഷണ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് ശാശ്വതവും യഥാർത്ഥവുമായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും. സുഹൃത്തുക്കൾ ഇല്ലെങ്കിലോ മുൻകാലങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ വന്ന് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ നമ്മുടെ മനസ്സിൽ ഫ്രണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കുമല്ലേ വരാറ്. എന്നാൽ യഥാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് മൂല്യവത്താണ് എന്നതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് നിങ്ങളുടെ ഷോൾഡറായും സമാധാന സമയങ്ങളിൽ സന്തോഷത്തിൻ്റെ വലിയ ഉറവിടവുമാണല്ലേ നമുക്ക് ഫ്രണ്ട്സ്. അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ അർഹരല്ല എന്നുള്ള മനോഭാവം ആദ്യം ഇല്ലാതാക്കണം. അതായത് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ശരിയാവില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലുള്ള ചിന്തകളൊക്കെ ആദ്യം നമ്മൾ എടുത്ത് കളയണം. നമുക്ക് വിഷ്വലൈസേഷനിലൂടെയും പോസിറ്റീവ് അഫർമേഷനിലൂടെയും നല്ല ഫ്രണ്ട്സിനെ ആകർഷിച്ചെടുക്കാൻ കഴിയും. അതിനുവേണ്ടി ആത്മവിശ്വാസവും സുരക്ഷിതത്വവും തോന്നുന്നതായി സ്വയം സങ്കല്പിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമുക്ക് ആത്മവിശ്വാസമുള്ളതായിട്ട് സ്വയം സങ്കല്പിക്കണം. അതിനുശേഷം സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടും അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുമൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം. ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അഫർമേഷൻസ് ഡെയിലി കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവാണേ. അതായത് നിങ്ങളൊരു ഷൈ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ കിട്ടാത്തതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ബോൾഡ് ഏതെങ്കിലും ചേർക്കാം. ഷൈ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ബോൾഡാണ്, അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾക്ക് യോഗ്യനാണ് എന്ന അഫർമേഷൻ കൊടുക്കാം. അതായത് ഒന്നുകൂടെ പറയാം, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾക്ക് യോഗ്യനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടാത്തതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമുക്ക് എന്താണോ ചിന്ത അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താണോ നമുക്ക് നെഗറ്റീവായുള്ള ചിന്ത, അതിനുള്ള കാരണം കണ്ടുപിടിച്ച് അതിന് പറ്റിയ അഫർമേഷൻ കൊടുത്ത് ഡെയിലി നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അതായത് ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഏത് നെഗറ്റീവ് ചിന്തയും ഇതേപോലെ അഫർമേഷൻ വഴി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ സ്ഥിരമായി നമ്മൾ അഫർമേഷൻ കൊടുക്കുമ്പോൾ പ്രപഞ്ചം അതിന് റെസ്പോണ്ട് ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള 5 അഫർമേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. യഥാർത്ഥവും വിശ്വസ്തവുമായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാൻ ഞാൻ പൂർണ്ണമായും അർഹനാണ്. സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. അവർ എന്നെ പൂർണ്ണനാക്കുന്നു. എൻ്റെ ജീവിതം മികച്ചതാക്കുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളെ ഞാൻ എളുപ്പത്തിൽ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവും സൗഹൃദപരവുമായ ആളുകളെ ആകർഷിക്കുന്നു. ഞാൻ സ്വാഭാവികമായും
സൗഹൃദമുള്ള വ്യക്തി ആയതിനാൽ ആളുകൾ എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട്ഷിപ്പ് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. കണ്ണുകൾ അടച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സ്വയം സങ്കല്പിക്കുക. നിങ്ങൾ ഒരുപാട് ചിരിക്കുന്നതായും അവിടെയൊക്കെ അവരുമായി ചേർന്ന് ചുറ്റിത്തിരിയുന്നതായും അവിടെയുള്ള സ്ഥലങ്ങൾ അവരുമായി ചേർന്ന് ആസ്വദിക്കുന്നതായും ഒരുമിച്ച് നല്ല സമയം ചിലവഴിക്കുന്നതായും ചിന്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായും അവരുമായി ചേർന്ന് ഫുഡ് കഴിക്കുന്നതുമായിട്ടൊക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫീലിങ്സ്. ആ സമയത്ത് നിങ്ങൾക്ക് ആ യഥാർത്ഥത്തിലുള്ള അതേ ഫീലിങ്സ് നിങ്ങളവിടെ കൊടുത്താൽ മാത്രമേ, ചുമ്മാ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, അവിടെ നിങ്ങൾ കൊടുക്കുന്ന ആ ഫീലിങ്സിലാണ് കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫീലിങ്സിലാണ് കാര്യം. ഏറ്റവും മെയിൻ പോയിൻ്റ് അതാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ചിന്തിക്കാം. സുഹൃത്തുക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാം. പക്ഷെ അവിടെ എല്ലാം കൊടുക്കേണ്ടത് ആ സന്തോഷം, അവരിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അർഹരാണെന്നും സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമാണെന്നും ചിന്തിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാവേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് ഷൈ ആണെന്ന് വിചാരിച്ചോ. ഞാൻ ആദ്യമേ അഫർമേഷൻ പറഞ്ഞ സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ പറയാം. ഷൈ ആയിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കും. അവർ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? സുഹൃത്തുക്കളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അഫർമേഷനും, രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷനുമാണ്. ഈ 2 കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല സുഹൃത്തുക്കൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.